യെസ്, ബിൽഡിംഗ് മൈ ഡ്രീം സെറ്റപ്പ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതിനു വേണ്ടി ഞാൻ മേടിച്ചിരിക്കുന്നത് പോർട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഫുൾ HD പ്രൊജക്ടർ ആണ്. ഒരു മിനി ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുക എന്നതാണ് എന്റെ ലക്ഷ്യം. പോർട്രോണിക്സിന്റെ ബീം 450 എന്ന് പറഞ്ഞ സ്മാർട്ട് LED പ്രൊജക്ടർ ആണ് ഇത്. ഈ 4000 ലൂമൻസ് എന്ന് എഴുതിയേക്കുന്നത് ഇതിന്റെ ബ്രൈറ്റ്നസിന്റെ സ്പെക് ആണ് കേട്ടോ. പുറകിൽ കുറെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് ഒരു സ്മാർട്ട് TV യൂസ് ചെയ്യുന്ന പോലെ ഈ സാധനം യൂസ് ചെയ്യാം. ഒത്തിരി വൈകിപ്പിക്കാതെ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. കുറെ നാള് കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു പ്രൊജക്ടർ മേടിക്കണമെന്ന്. സൗണ്ട് സിസ്റ്റത്തിൽ മറ്റും കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പവർ കേബിൾ. വളരെ സിമ്പിൾ പാക്കിംഗ് ആണ്. അത്യാവശ്യം കനമുണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ LED പ്രൊജക്ടർ. ഇവിടെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലെൻസ്. ഇതങ്ങോട്ട് തുറക്കുമ്പോൾ നമുക്ക് ലെൻസ് കാണാൻ സാധിക്കും. മുകളിൽ നോക്കുവാണെങ്കിൽ ഫോക്കസും ആംഗിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കത്തിച്ച് കാണിക്കാം. ബാക്ക് സൈഡിൽ വരുമ്പോൾ 2 USB സ്ലോട്ട്, 2 HDMI കേബിൾ, ഒരു എതർനെറ്റ്, ഒരു AV കേബിൾ, ഒരു പവർ കേബിൾ കുത്താനുള്ള സ്ഥലം ആൻഡ് ഒരു സ്പീക്കർ. ഇത്രയാണ് ബാക്ക് സൈഡിൽ കൊടുത്തേക്കുന്നത്. സൈഡിലായിട്ട് റൂം ചൂടാക്കാനുള്ള ഫാൻ കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ഇത് തണുപ്പിക്കാനുള്ള ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ കിട്ടുന്ന റിമോട്ട് സിമ്പിൾ ബേസിക് റിമോട്ട് ആണ്, ലൈക്ക് ആൻഡ്രോയിഡ് TV. രണ്ട് ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ പ്രൊജക്ടർ വെച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. ആൻഡ് നമ്മുടെ സ്ക്രീനിലോട്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ ഒരു വലിയ സ്ക്രീനായിട്ട്, മാസീവ് 75 ഇഞ്ച് പോലെ വലിയൊരു സ്ക്രീനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ടറിനെ യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇത് നമുക്ക് ഒരു ആൻഡ്രോയിഡ് TV സെറ്റപ്പിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആണ് ഇതിനകത്ത് OS വരുന്നത്. സോ നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ ഒക്കെ ഇൻബിൽഡ് ഇതിനകത്തുണ്ട്. വേറെ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആണേ യൂട്യൂബ് പ്ലേ ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഇരുന്ന് കാണാം. ഏതാ വൈവല്ലേ, നമുക്ക് ഇഷ്ടമുള്ള മൂവീസ്, ഇഷ്ടമുള്ള പാട്ടായി എന്ത് വേണമെങ്കിലും ചെയ്യാം. HDMI കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. എന്ത് വേണമെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യാം. ഭയങ്കര ക്വാളിറ്റിയാണ്. ഫുൾ HD ക്വാളിറ്റിയിൽ നമുക്ക് നല്ലൊരു ഫിത്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീൻ ഉണ്ടെങ്കിൽ നല്ല കിടുവായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. നോക്കിയേ ഇത്രയുള്ള സംഭവം കിടുക. ഗൈസ്, നിങ്ങൾക്ക് ഒരു തിയേറ്റർ, മിനി തിയേറ്റർ, ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെർത്താണ്. ഓക്കെ ഗൈസ്, ഇതിന്റെ സെറ്റിംഗ്സിൽ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആപ്പ് അപ്ഡേറ്റ്, സെറ്റിംഗ്സ്, കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ വൈഫൈ സെറ്റിംഗ്സ്, ബ്ലൂടൂത്ത് സെറ്റിംഗ്സ്, ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ്, നമ്മൾ ബേസിക് ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ഉപയോഗിക്കുന്ന പോലെ ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിച്ച് കൊണ്ട് കിടക്കാം എന്നുള്ളതാണ്. വൈഫൈ സെറ്റിംഗ്സ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടോ, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ആൻഡ്രോയിഡ് സെറ്റിംഗ്സ് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇൻബിൽറ്റ് ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ, താഴെ നോക്കുവാണെങ്കിൽ വേറെ കുറെ ഇംഗ്ലീഷ് ആപ്പുകളൊക്കെ ഏതൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് മിറാകാസ്റ്റ്, സ്പോട്ടിഫൈ, ഷസാമ എന്നീ ആപ്ലിക്കേഷനുകളും കിട്ടുന്നുണ്ട്. ജിയോ സിനിമ കുറെ ഉണ്ട് കേട്ടോ. ഈ ന്യൂസിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാൻ കഴിയും. ഒരു TV മേടിച്ച് പൈസ കളയാതെ കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സിനിമയൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം സെറ്റ് ആണ്. അപ്പൊ ഇതാണ് ഗൈസ്, വീഡിയോ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ഒരു ഹോം തിയേറ്റർ അവിടെ സെറ്റ് ചെയ്തതായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. എനിവേ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ഇത് മേടിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.